എൻ്റെ ഫ്രണ്ട് ഇന്നലെ കാർ എടുക്കാൻ പോയിട്ട് അവൾക്ക് അവസാനം ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. എന്താ ഇത്ര വലിയ ആലോചനയൊക്കെ? ഞാനൊരു കാർ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ കുറേ കാറുകൾ കണ്ട് മൊത്തം കൺഫ്യൂഷനായി. ബഡ്ജറ്റും സെറ്റ് ആവുന്നില്ല. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു എളുപ്പവഴി ഉണ്ടായിരുന്നെങ്കിൽ. ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സാലറി വെച്ചിട്ട് ഏത് കാർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമെന്ന് അറിയാനായിട്ട് ഒരു സിമ്പിൾ റൂൾ ഉണ്ട്. അതാണ് 15-25-5 റൂൾ. അപ്പോൾ ആദ്യം നിങ്ങളുടെ മാക്സിമം EMI കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളുടെ മന്ത്ലി സാലറിയുടെ 15% കൂടാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളുടെ മന്ത്ലി സാലറി 80,000 രൂപയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം EMI 12,000 രൂപയായിരിക്കും. ഇനി ഈ ഒരു EMI വെച്ചിട്ട് എത്ര വരെ ലോൺ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലോൺ ടെന്യൂർ 5 വർഷം കൂടാൻ പാടില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 9% നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ കാൽക്കുലേഷന് ശേഷം ലോൺ എമൗണ്ട് വരേണ്ടത് ഏകദേശം 5,80,000 രൂപയാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ പേയ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കാറിന്റെ മൊത്തം വാല്യൂവിന് 25% ഡൗൺ പേയ്മെന്റ് ആയിട്ട് നൽകണം. അതായത് 1,92,693 രൂപ. സോ നിങ്ങളുടെ സാലറി ഇപ്പോൾ ഒരു 80,000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാറിന്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് 7,70,000 രൂപയാണ്. അതായത് എക്സ് ഷോറൂം പ്രൈസ് ഏകദേശം 6 മുതൽ 6.5 ലക്ഷം രൂപ വരെ. സിമ്പിൾ അല്ലേ? ഇനി കാർ ലിസ്റ്റിംഗ് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് ചേരുന്ന കാർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ മാരുതി സുസുക്കി ഡിസയർ, ടാറ്റ പഞ്ച്, അതുപോലെ ടാറ്റ ടിയാഗോ ഒക്കെ 7 ലക്ഷം റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി വെച്ചിട്ട് നിങ്ങളുടെ ബഡ്ജറ്റും ചെയ്യുന്ന കാർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ കാൽക്കുലേറ്റർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം.